നമസ്കാരം, ഞാൻ ഡോക്ടർ അബ്ദുള്ള, ക്യാൻസർ സർജനാണ്. ജൂലൈ 27 വേൾഡ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഡേ ആണ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ തലഭാഗത്ത് നെക്കിൻ്റെയും ഭാഗത്ത് വരുന്ന സ്ക്വാമസ് സെൽ കാർസിനോമകൾക്ക് കൂട്ടമായിട്ട് പറയുന്നതാണ് ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ വളരെ കൂടുതലായിട്ട് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ ടൊബാക്കോ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ ആണെന്നുള്ളതാണ്. ടൊബാക്കോ, അതായത് ഈ പുകയില, നമ്മൾ സ്മോക്ക് ചെയ്യുന്ന പുകയിലയാണെങ്കിലും അല്ലെങ്കിൽ ചവയ്ക്കുന്നത് അല്ലെങ്കിൽ നാക്കിനുള്ളിൽ വെക്കുന്ന ഹാൻഡ്സ്, ഗുടുക പോലെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു ശതമാനം രോഗികളിൽ അത് ക്യാൻസറിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആൽക്കഹോൾ കൺസംഷനും. ഇത് കൂടാതെ മറ്റുള്ള അബ്യൂസ്, ഈ സബ്സ്റ്റൻസ് അബ്യൂസുകളൊക്കെ പലപ്പോഴും ക്യാൻസറിന് കാരണമാവാറുണ്ട്. പിന്നെ വേറൊന്ന് കാണുന്നത് ഈ മൗത്ത് വാഷ്. മിക്ക മൗത്ത് വാഷുകളിലും ആൽക്കഹോൾ ഒരു കണ്ടന്റ് ആണ്. ഇപ്പൊ ചില പഠനങ്ങൾ പറയുന്നത് ഒരുപാട് വർഷത്തോളം സ്ഥിരമായിട്ട് ഒന്നിലധികം തവണ ഒരു ദിവസം മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ക്യാൻസറിന് കാരണമാകാം. എങ്കിലും ആൽക്കഹോൾ ഇല്ലാത്ത മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ആൽക്കഹോൾ കണ്ടെയ്ൻ മൗത്ത് വാഷ് തന്നെ അത്ര ഫ്രീക്വന്റ് അല്ലാതെ യൂസ് ചെയ്യുന്നതോ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പിന്നെ ഉള്ളത് ഈ സിഗരറ്റ് ആണ്. ഈ സിഗരറ്റ് താരതമ്യേന സാധാ സിഗരറ്റ് പോലെ പ്രശ്നക്കാരനല്ലെങ്കിലും ഈ ലങ് ഡിസീസും കാർഡിയാക് ഡിസീസും തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് ഈ സിഗരറ്റ് കാരണമാവുന്നുണ്ട്. അതിലുള്ള ആക്രിലിൻ, അസറ്റാൽഡിഹൈഡ്, അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് ഈ സിഗരറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. പക്ഷെ ക്യാൻസറിന്റെ കാര്യത്തിൽ ഈ സിഗരറ്റ് ക്യാൻസറിന് കാരണമാകൂ എന്നുള്ള കാര്യത്തിൽ വലിയ പഠനങ്ങളില്ല. അതായത് ഈ സിഗരറ്റ് താരതമ്യേന പുതിയതായിട്ട് വന്നതായത് കൊണ്ട് തന്നെ പഠനങ്ങളൊന്നും അത് ക്യാൻസറിന് കാരണമാകുന്ന രീതിയിലുള്ള പഠനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും അത് സേഫ് അല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നീട് ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സിംറ്റംസ് നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത് വലിയ ട്യൂമർ ആവാതെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാം. അതിനാവശ്യമുള്ളത് അതിന്റെ സിംറ്റംസ്, അത് വായിൽ വിട്ടുമാറാത്ത അൾസർ, അതായത് ഉണിലുകൾ, അല്ലെങ്കിൽ സോർ ത്രോട്ട്, ഈ തൊണ്ടവേദന, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശബ്ദത്തിലുള്ള വ്യത്യാസം തുടങ്ങിയവയൊക്കെ ഈ ചെറു ക്യാൻസറുകളുടെ കാരണമാവും. ഇവയൊക്കെയും ക്യാൻസർ ആണെന്നല്ല പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ഫാമിലി ഡോക്ടറോ ഓങ്കോളജിസ്റ്റിനോ കണ്ടിട്ട് ഇത് ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തണം. പലപ്പോഴും ഒരു ഐറോണി നമ്മൾ കാണാറുള്ളത്, ഈ വേദനയോട് കൂടിയുള്ള അൾസർ ഉള്ള പേഷ്യൻസ് ഒക്കെ പെട്ടെന്ന് ഡോക്ടറെ കാണും. കാരണം അത് പെട്ടെന്ന് വന്നിട്ട് ഡോക്ടർ, ഒരു അൾസർ ഉണ്ട്, നല്ല വേദന ഉണ്ട്, ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും വേദനയില്ലാത്ത, ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഇല്ലാതെ നിൽക്കുന്ന അൾസർ ആ രോഗി ഡോക്ടറെ കാണാറില്ല. സത്യത്തിൽ ഇങ്ങനെ വേദനയില്ലാത്ത ഒരുപാട് കാലം അവിടെ തന്നെ കിടക്കുന്ന അൾസറുകളാണ് പൊതുവെ ക്യാൻസറായി മാറുന്നത്. അതൊക്കെയാണ് പിന്നീട് ക്യാൻസർ ആയിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ക്യാൻസർ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഓറൽ ക്യാവിറ്റി ക്യാൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ച ചെറിയ ഓപ്പറേഷൻ കൊണ്ട് തന്നെ പലപ്പോഴും അസുഖം മാറാവുന്നതാണ്. സാധാരണയായിട്ട് നാക്കിലെ ക്യാൻസർ, വായിലെ ക്യാൻസർ, ഈ നമ്മുടെ കവിളുകളിലെ ക്യാൻസർ ഒക്കെയാണ് കൂടുതൽ കാണുന്നത്. അത് കൂടാതെ തൊണ്ടയിലുള്ള ഹൈപ്പോഫാരിങ്സ്, ഓറോഫാരിങ്സിലെ ക്യാൻസർ, മൂക്കിന്റെ അങ്ങേ ഭാഗത്തുള്ള നേസോഫാരിഞ്ചൽ ക്യാൻസർ ഒക്കെ ഈ ഹെഡ് നെക്ക് ക്യാൻസറിൽ തന്നെ പെടും. ഈ ടൊബാക്കോ സ്മോക്കിംഗ് ഒന്നും കൂടാതെ ഈ HPV അല്ലെങ്കിൽ എപ്സിൻ ബാർ വൈറസ്, ഇങ്ങനെയുള്ള ചില വൈറൽ ഇൻഫെക്ഷനുകളും ഈ ക്യാൻസർ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്, ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഡോക്ടറെ കാണാം. സ്മോക്കിംഗ്, ആൽക്കഹോൾ തുടങ്ങിയവ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഈ HPV ഇൻഫെക്ഷൻ ഒക്കെ ഒഴിവാക്കുന്നതിന് HPV വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഈ വാക്സിനുകളെ പറ്റി പഠിക്കുക, ആവശ്യമുള്ളവർ ആ വാക്സിൻ എടുക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ സർജറിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സർജറി കൂടാതെ റേഡിയേഷൻ, കീമോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, അങ്ങനെയുള്ള പല ട്രീറ്റ്മെന്റുകളും ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുക, അതിന്റെ ലക്ഷണങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയുക, പെട്ടെന്ന് ഡോക്ടറെ കാണുക എന്നുള്ളതാണ് നമുക്ക് ഈ അസുഖം വരാതിരിക്കാനോ അല്ലെങ്കിൽ വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ ഫലപ്രദമായി ചികിത്സിക്കാനുള്ള ഒരു പോംവഴി.